ദിദ്രുമപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദിദ്രുമപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് അവൻ ഉവ്വ് എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേക നാമ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് ടെമ്പിൾ ടാക്സ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ടെമ്പിൾ ടാക്സ്. എന്നാൽ ഇതിന്റെ ഉത്ഭവം നാം പഠിക്കുമ്പോൾ, നാം പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 30-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ ഈ ഭാഗത്ത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന് മുൻപ് ഏതാണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് യഹോവയായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് കൽപ്പിച്ചു നൽകിയ ഒരു പ്രമാണമായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ ആചരിക്കുന്ന ടെമ്പിൾ ടാക്സ് എന്ന് പറയുന്ന ഈ കാര്യം, ദ ട്രൈബ്യൂട്ട് മണി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. 30-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തരും താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശെക്കേൽ വെള്ളി കൊടുക്കണം. ശെക്കേൽ എന്നാൽ 20 ഗേറ. 1/2 ശെക്കേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുമുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശെക്കേലിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുൻപാകെ ഇസ്രായേൽ മക്കൾക്ക് ഒരു ജ്ഞാപകമായിരിക്കണം. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, വീണ്ടെടുപ്പ് വിലയായി എല്ലാവരും 1/2 ശെക്കേൽ വെള്ളി അത് സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അത് ധനവാന് 1/2 ശെക്കേൽ, ദരിദ്രനും 1/2 ശെക്കേൽ. അവിടെ വ്യത്യാസമില്ല, തുല്യമാണ്. വീണ്ടെടുപ്പ് വില എല്ലായ്പ്പോഴും തുല്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാണന്, ജീവന് വീണ്ടെടുപ്പ് വിലയായി കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നമുക്ക് വീണ്ടെടുപ്പിനായി കൊടുത്തത്. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്ത യേശു ക്രിസ്തു, അവന്റെ രക്തമാണ് നമ്മുടെ വീണ്ടെടുപ്പിന് വിലയായി യഹോവയായ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ടു. നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് അറിയാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് ജീവന്റെ മറുവിലയായി തീർന്നു. കാൽവരി ക്രൂശിൽ യേശു തന്റെ രക്തം നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി ഒഴുക്കി നമ്മുടെ ആത്മാവിന്റെയും പ്രാണന്റെയും നമ്മുടെ മുഴു ശരീരത്തിന്റെയും വീണ്ടെടുപ്പിനുള്ള വില കാൽവറിയിൽ യേശു ക്രിസ്തു കൊടുത്തു. എന്നാൽ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടെടുപ്പ് വില 1/2 ശെക്കേൽ വെള്ളി, അത് ധനവാനും ദരിദ്രനും ഒരുപോലെ കൊടുക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നുമ്പോൾ ധനവാനാകട്ടെ ദരിദ്രനാകട്ടെ എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. ഇവിടെ ഉദ്ദേശിച്ചത് പഴയ നിയമത്തിലെ വീണ്ടെടുപ്പിന് വെള്ളിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പ് വെള്ളിയല്ല, പൊന്നല്ല, പിന്നെയോ ക്രിസ്തുയേശുവെന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്ന കാര്യമാണ് അവിടെ പത്രോസ്ലീഹ ഉറപ്പിച്ചു പറയുന്നത്. മോശയിലൂടെ യഹോവയായ ദൈവം കൽപ്പിച്ചു കൊടുത്ത ഈ വീണ്ടെടുപ്പ് വിലയായ ഈ ശെക്കേൽ തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് അത് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ആലയം വെച്ചു, ശലോമോന്റെ ആലയം ഇപ്പോൾ അത് പുതുക്കി പണിത് ഹെരോദാവ് വളരെ മനോഹരമായ ഒരു ദേവാലയം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടെമ്പിൾ ടാക്സ് ഇപ്പോൾ അവർ പിരിക്കുന്നത് ആലയത്തിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയാണ്. അത് എല്ലാ വർഷവും നിർബന്ധമായോ അല്ലാതെയോ അത് കൊടുക്കണമെന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമപ്രകാരമാണ് ഇവരിപ്പോൾ ചോദിക്കുന്നത്, പത്രോസേ, നിന്റെ ഗുരു
ഈ ടെമ്പിൾ ടാക്സ് കൊടുക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ഞാൻ ഈ കേൾവിക്കാരോട് പറയാൻ ആഗ്രഹിക്കുക, ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുക. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന്, അത് സ്നാനത്തിൻ്റെ ഒരു മുൻകുറി, പുതിയ നിയമത്തിൽ സ്നാനത്തെ അത് കാണിക്കുന്നു. ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിന്റെ മറവിലും അവർ മന്ന ഭക്ഷിച്ച് പാറയിൽ നിന്നുള്ള ജലം കുടിച്ച്, അത് ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും കാണിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെയാണ് അതൊക്കെ കാണിക്കുന്നത്. നിർവചിക്കാൻ സമയമില്ല. എങ്കിലും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ കനാനിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ദൈവമക്കളോട് യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങളുടെ പ്രാണന് വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കെൽ വെള്ളി ഇപ്പോൾ സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. അവർ ഇതൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ, നേരത്തെ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇന്ന് അനേകര് ദൈവഭാഗത്ത് കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ പ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അയ്യോ, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. സുവിശേഷ വേലയ്ക്ക് പൈസ കൊടുക്കണമെന്നും ദശാംശം കൊടുക്കുന്ന കാര്യവും നിങ്ങൾ കൂടി നടക്കുന്ന ചർച്ചില് മാസം തോറുമുള്ള ഓഹരി കൊടുക്കണമെന്നും ഒന്നും അന്നേരം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് ഇസ്രായേൽ മക്കളും ഒരുപക്ഷെ മോശയോട് ചോദിക്കാം. ദൈവമക്കളെ, ദൈവത്തിന്റെ സഭയിലെ ഓരോ കാര്യങ്ങളും ദൈവത്താൽ നിയോഗിക്കപ്പെടുകയാണ്. അതൊക്കെ നാം അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ സിയോനിലേക്കുള്ള യാത്രയിൽ നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ദൈവം നമുക്ക് ചെയ്യേണ്ടതൊക്കെ ദൈവം ചെയ്യുന്നുണ്ട്. നാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ നാമും ചെയ്യണം. അതിൽ പിറുപിറുത്തിട്ട് കാര്യമില്ല. അത് ദൈവികമായ പ്രമാണമാണ്. അത് കൊടുത്തേ പറ്റുകയുള്ളൂ, അത് ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ അവൻ കബർന്നഭൂമിയിൽ എത്തിയാറ് പത്രോസിനോട്, പത്രോസ് വീട്ടിലല്ല എന്ന് നമുക്കറിയാം. പത്രോസ് പുറത്താ. അതുകൊണ്ടായി അവിടെ താഴെ വായിക്കുന്നു പത്രോസ് വീട്ടിലെത്തിയപ്പോൾ എന്ന് അവിടെ നമ്മൾ താഴെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ പത്രോസ് പുറത്താ. അപ്പോൾ പത്രോസ് പുറത്തു പോയ സമയത്താണ് ഈ ടാക്സ് പിരിക്കുന്ന ഈ ആളുകള് പത്രോസിനോട് ചോദിച്ചത്, നിങ്ങളുടെ ഗുരു ഈ ടാക്സ് കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. പത്രോസ് എടുത്ത വായിലെ പറഞ്ഞു, ഊവ് കൊടുക്കുന്നുണ്ട്. ഒന്നും ചിന്തിച്ചില്ല. നമുക്കറിയാം പത്രോസിന്റെ സ്വഭാവം അറിയാമല്ലോ. പെട്ടെന്ന് അങ്ങനെ എടുത്തു കാടി ഉത്തരം കൊടുക്കുന്ന ഒരാളാണ് പത്രോസ്. യേശുവിനോട് ചോദിക്കാതെ തന്നെ അങ്ങ് പറഞ്ഞു, കൊടുക്കുന്നുണ്ട്, എൻ്റെ ഗുരു കൊടുക്കുന്നുണ്ട്. പത്രോസ് ഇതുവരെ കൊടുത്തിട്ടില്ല. യേശു കൊടുക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. പത്രോസ് കൊടുക്കുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. ഇവിടെ പ്രത്യേക ഒരു കാര്യം ചെയ്യണം. ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ നിവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതിന് കഴിവില്ലെങ്കിലും ദൈവം അതിനുള്ള പോക്കുവഴി നമ്മുടെ ജീവിതത്തിൽ തരും. കാരണം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവനാമത്തിന്റെ മഹത്വത്തിനായും ദൈവാലയത്തിന്റെ ആവശ്യത്തിനായും നാം പറഞ്ഞ കാര്യം നിവർത്തിക്കുവാൻ നമുക്ക് കഴിവില്ലെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടി അതിന്മേലിരിക്കുകയും ദൈവം അതിനെ നിവർത്തിപ്പാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്തു തരികയും ചെയ്യും. എടുത്തു ചാടി ഒരു പക്ഷേ ആലോചിക്കാതെ പറയുന്നു. നമ്മൾ സഭാപ്രസംഗിൽ വായിക്കുന്നുണ്ട്, നേരാതിരിക്കുന്നത് നല്ലത്, നേരുന്നത് നിവർത്തിക്കുന്നതാണ് ഉചിതം. ചില സമയങ്ങളിൽ നാം പലപ്പോഴും ഇങ്ങനെ പത്രോസിനെ പോലെ ഒരു കാര്യം എടുത്തു ചാടി ചിലപ്പോൾ അങ്ങ് തീരുമാനിക്കും. പിന്നീടാണ് അറിയുന്നത്, അയ്യോ ഇത് എങ്ങനെ നടക്കുമെന്ന്. എന്നാൽ വിഷമിക്കേണ്ട ദൈവവേദലേ, അതിൽ ദൈവനാമം മഹത്വപ്പെടുമെങ്കിൽ തീർച്ചയായും ദൈവം അതിന് വഴി ഉണ്ടാക്കും, അതിന് പോക്കുവഴിയും ഉണ്ടാക്കും. ഇവിടെ പത്രോസ് എടുത്തു ചാടി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ താൻ വളരെ ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ നടക്കും, ഞാൻ ഇതെങ്ങനെ ഗുരുവിനോട് പറയും എന്നുള്ള വലിയ ഒരു ചിന്തയോടുകൂടിയാണ് പത്രോസ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ വീട്ടിൽ വന്നപ്പോൾ, 25-ാമത്തെ വാക്യമാണ്, അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ? ഇവിടെ നമുക്കറിയാം യേശു ഇത് ചോദിച്ചതിന്റെ പിന്നിൽ, കാരണം ദൈവാലയത്തിലെ ടാക്സ് ആണല്ലോ. അപ്പോൾ യേശു ദൈവപുത്രനാണെങ്കിൽ ഒരിക്കൽ യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് ഞാൻ ഇരിക്കേണ്ടതല്ലയോ? 12 വയസ്സുള്ള ബാലകനായ യേശു മാതാപിതാക്കൾ തിരക്കി വന്നപ്പോൾ ശാസ്ത്രിമാരുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് അവിടെ അവരോട് വാദിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുന്നു.
യേശുവിന്റെ അമ്മ മറിയം ചോദിച്ചു, മകനെ നീ എന്താണ് ഈ ചെയ്തത്? ഞങ്ങൾ എവിടെയെല്ലാം നിന്നെ തിരക്കി എന്ന് ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി, എൻ്റെ പിതാവിന്റെ ആലയത്തിൽ ഞാൻ പാർക്കേണ്ടതല്ലയോ, ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞാൽ ഈ ദൈവാലയം ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അവിടെ ആയിരിക്കേണ്ടത് ഉചിതമല്ലേ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഈ ചോദിച്ചതിന്റെയും അർത്ഥം, ഭൂമിയിലെ രാജാക്കന്മാർ ആരോട് ടാക്സ് മേടിക്കുന്നു, ആരോട് കരം മേടിക്കുന്നു, കരമോ ചുങ്കമോ മേടിക്കുന്നു? അന്യന്മാരോടോ പുത്രന്മാരോടോ? പത്രോസ് കറക്റ്റ് മറുപടിയാ കൊടുത്തത്, അന്യന്മാരോടാ മേടിക്കുന്നത്. എന്നാൽ പുത്രൻ ഒഴിവുള്ളവനല്ലേ എന്ന് യേശു ചോദിക്കുന്നു. എങ്കിലും നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ലോകത്തിലായിരിക്കുമ്പോൾ ന്യായമായ നിയമങ്ങളെല്ലാം നാം അനുസരിച്ചേ മതിയാകുകയുള്ളൂ. കാരണം ഇവിടെ അധികാരസ്ഥരെ നിയമിക്കുന്നത് ഉന്നതനായ അത്യുന്നതനായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ സ്ഥാപിക്കപ്പെട്ട അധികാരികൾ വെച്ചിരിക്കുന്ന നിയമങ്ങൾ നാം പാലിക്കണം. ടാക്സ് കൊടുക്കേണ്ടടുത്ത് ടാക്സ് കൊടുക്കണം, കരം കൊടുക്കേണ്ടടുത്ത് കരം കൊടുക്കണം. എന്നാൽ ദൈവത്തിന്റെ നാമത്തിന് വിരോധമായി ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോട് പറഞ്ഞതുപോലെ ഇനി മുതൽ അതെ ഞങ്ങൾ പറയുന്നതല്ലാതെ വേറെ ഒന്നിനെയും ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ ശദ്രക്ക്, മേശക്ക് പറഞ്ഞതുപോലെ അത് പറ്റത്തില്ല. ദാനിയേൽ ചെയ്തതുപോലെ യെരുശലേമിലേക്കുള്ള കിളിവാതിലുകൾ തുറന്നിട്ട് ദിവസം 3 നേരം ചെയ്തു വരുന്നത് പോലെ അവൻ ആരാധിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഒഴിവ് കഴിവ് ഉണ്ട്. എന്നാൽ അല്ലാതുള്ള കാര്യങ്ങൾക്കെല്ലാം നാം അനുസരിച്ചേ മതിയാകുകയുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, യേശു ആ ടെമ്പിൾ ടാക്സ് കൊടുക്കുവാൻ തക്കവണ്ണം പത്രോസിനെ അത് പ്രേരിപ്പിക്കുകയാണ്. പുത്രൻ ഒഴിവുള്ളവനാണ്, എങ്കിലും നാം അവർ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. യേശു അത് പത്രോസിനും തനിക്കും കൂടെയുള്ള ശിഷ്യന്മാരും ആ നിയമം അനുസരിപ്പാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മെയും അത് പ്രേരിപ്പിക്കുന്നു. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്രോസ് ശരിക്കും ഡിസ്റ്റർബ് ആയിട്ടാണ് വന്നതെങ്കിലും യേശു അത് മനസ്സിലാക്കി അവനോട് ഇടപെടുകയാണ്. അവൻ ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ യേശു അവനോട് ചോദിക്കുകയാണ്, അവനെ ആശ്വസിപ്പിക്കുകയാണ്. അവൻ പറഞ്ഞ ആ എടുത്തു ചാടി പറഞ്ഞ ആ കാര്യത്തിനൊരു പോം വഴി യേശു അവിടെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. പത്രോസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സംഭവം യേശു ചോദിക്കുമെന്ന്, ഇങ്ങനെയൊരു സംഭവത്തിന് പോം വഴി യേശു തന്നെ ഉണ്ടാക്കി തരുമെന്ന്. എന്നാൽ ഇവിടെ ഇതാ താൻ ചിന്തിച്ചതിലും താൻ നനച്ചതിലും അപ്പുറമായി യേശു അവന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവന് വേണ്ടി അത് ഇടപെടുകയാണ് അവിടെ ചെയ്യുന്നത്. യേശു പറഞ്ഞ ആ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യേശു സർവജ്ഞാനിയാ. നമ്മൾ ചിന്തിക്കുന്നതിനും നാം വിചാരിക്കുന്നതിലും അപ്പുറമായി യേശു സകലതും അറിയുന്നവനാ. പത്രോസ് തെരുവിൽ ഈ ടെമ്പിൾ ടാക്സ് ദിദ്രമ പണം വാങ്ങുന്നവരുമായി സംസാരിക്കുമ്പോൾ തന്നെ യേശു അത് അറിയുകയാണ്. നാം പലപ്പോഴും പലരുമായിട്ട് സംവാദം ചെയ്യുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ നമ്മുടെ കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ കർത്താവ് അതെല്ലാം അറിയുന്നുണ്ട്. അതിനുദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങളെ എടുത്തു പറയുന്നുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം എടുത്ത് വായിക്കുമ്പോൾ യേശുവിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ച് അവിടെ ചെറുതായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെരുശലേമിനോട് സമീപിച്ച ഒലിവുമലയ്ക്ക് അരികെ ബെത്ഗഫയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവർ അതിനെ വിട്ടയക്കും. നോക്കിയാട്ടെ, യേശു ബെത്ഗഫയിൽ, ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഗഫയിൽ ഇരിക്കുമ്പോൾ 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും ഒരു കുഞ്ഞിനെയും കാണും. നിങ്ങളതിനെ അഴിച്ചുകൊണ്ട് വരുവീൻ. യേശു അവിടെ പോയിട്ടില്ല. യേശു അവിടെ കണ്ടതായിട്ടിവിടെ പറയുന്നില്ല. എങ്കിലും യേശു സർവജ്ഞാനിയാണെന്നുള്ള തെളിവാ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിസ്സാരമായ ഒരു കഴുതയെ പോലും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെന്ന് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്വർഗത്തിലെ ദൈവം ഈ സമയത്തേക്ക് വേണ്ടി വേർതിരിച്ച് അതിനെ വെച്ചിരിക്കുന്ന കാര്യം,
അന്ന് പ്രവചനാത്മാവിൽ പറയുവാൻ കൊടുത്ത അതേ ദൈവം മനുഷ്യനായി പിറന്നപ്പോൾ അത് എവിടെ ജനിച്ചിരിക്കുന്നുവെന്നും അത് എവിടെ കെട്ടപ്പെട്ടിരിക്കുന്നുവെന്നും അതിനെ അഴിച്ചുകൊണ്ടുവരുവാനും നിർദ്ദേശം കൊടുക്കുന്ന സർവജ്ഞാനിയായ ദൈവത്തിന്റെ പുത്രനെ ഇന്ന് രാത്രികാലം നാം അറിയണം. എന്റെ ദൈവം വെറും ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ മനുഷ്യനായി പിറന്നുവെങ്കിലും അവൻ അപ്പോൾ തന്നെ ദൈവമാണ്, സർവജ്ഞാനിയാണ്, സകലതും അറിയുന്നവനാണ്. ആ ദൈവമാണ്, ആ ദൈവത്തിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അടുത്ത ഒരു ഭാഗം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു പ്രത്യേക കാര്യം കാണുവാനായിട്ട് കഴിയും. അതിന്റെ 14-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും യേശു പറയുന്നു, ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്തൊരു വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ പെസഹ ഒരുക്കുവീൻ. ഇവിടെയും യേശു ഈ കാര്യം അത് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ കാണും, അവനോട് ചോദിക്കുക. യേശുവിന്റെ ആ സർവജ്ഞാനത്തെ കുറിച്ച് നാം അറിയണം. ദൈവവേദനയെ ഞാനും നിങ്ങളെയും ദൈവം ഒരു നിയോഗത്തിന് വേണ്ടി അയക്കുമ്പോൾ ദൈവത്തിന്റെ നമുക്ക് ലഭിച്ച ദർശന പ്രകാരം ദൈവ നിയോഗത്താൽ നാം ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ദൈവം മുന്നമേ നമുക്ക് വേണ്ടി ക്രമീകരണങ്ങളെ ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. ഇത് പഴയ നിയമത്തിലെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, പുതിയ നിയമത്തിൽ യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അവന്റെ സർവജ്ഞാനത്തെയാണ് ഇവിടെ നാം കാണുന്നത്. പഴയ നിയമത്തിൽ എലിയാവിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, കെരീത്ത് തോട്ടിലേക്ക് പോക, കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ്. സരാഫത്തിലേക്ക് പോക, ഞാൻ അവളോട് നിനക്ക് പോറ്റേണ്ടതിന് കൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇതാ ദൈവം മുന്നമേ ചില കാര്യങ്ങളുടെ ക്രമീകരണം ചെയ്തിരിക്കുന്നു. അത് തന്റെ ഹോശാന ദിവസത്തിൽ തനിക്ക് കയറി സഞ്ചരിച്ച യെരൂശലേമിലെ ദേവാലയത്തിലേക്ക് പോകുവാൻ നേരത്തെ തന്നെ ഒരു കഴുതയെയും അതിന്റെ കുഞ്ഞിനെയും ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഇതാ പെസഹ ആചരിപ്പാൻ മുന്നമേ തന്നെ ഒരു വിരിച്ചൊരുക്കിയ മാളിക ഒരുക്കിയിരിക്കുന്നത് യേശു കാണുകയാണ്. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവവേദലേ, നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഇപ്പോൾ വ്യാപരിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ അതേ അവിശ്വാസത്താൽ അത് കാണുവാൻ ഇടയാക്കട്ടെ. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചില കാര്യങ്ങളുടെ ക്രമീകരണം മുന്നമേ ഒരുക്കിയിരിക്കുകയാണ്. അത് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ കാണാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വീണ്ടും മുന്നോട്ട് കടന്നു വരട്ടെ. ഈ മീൻപിടുത്തം, അതാ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു മീനിന്റെ വായിൽ ഒരു ദ്വിദ്രഹ്മപ്പണം കാണുമെന്നാണ് പറയുന്നത്, ഒരു ചതുർദ്രഹ്മപ്പണം കാണുമെന്നാണ് പറയുന്നത്. ഈ ഭാഗം പ്രത്യേകിച്ച് വേറെ ഒരു സുവിശേഷത്തിലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ഭാഗം, ഈ ഒരു പ്രത്യേക സംഭവം എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് രസികനായ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ ടാക്സിന്റെ വിഷയമാകുമ്പോൾ ടാക്സ് കളക്ടർ ആയിരുന്ന മത്തായിക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അതിനകത്ത് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഭാഗം പ്രത്യേകിച്ചെടുത്തെഴുതിയത് എന്ന് ഒരാള് പറയുന്നത് കേൾപ്പാനിടയായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ആ ഭാഗം എടുത്തെഴുതിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതല് ഒന്നുകൂടി അവിടെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിന്റെ വായു തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും, അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ഈ ചതുർദ്രഹ്മപ്പണം ഇത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 2 ദിവസത്തെ ഒരു മനുഷ്യന്റെ തേജസ് ആണെന്ന് അവിടെ പറയുന്നുണ്ട്. 2 ദിവസം അധ്വാനിച്ചാലേ ഒരു ചതുർദ്രഹ്മപ്പണം അവന് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് കടലിലേക്ക് ആരുടെയോ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണ്, വീണുപോയതായിരിക്കാം. അങ്ങനെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. യേശു ഒരു ചതുർദ്രഹ്മപ്പണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉണ്ടായെന്നാ. അങ്ങനെ ഒരിക്കലും യേശു ചെയ്യത്തില്ല. അത് കൗണ്ടർ ഫെയ്റ്റ് മണിയാ. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും യേശു ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പ്രസംഗിക്കുന്നെങ്കിൽ തെറ്റാ, അങ്ങനെ ചെയ്യരുത്. യേശു ഒരിക്കലും ഈ
നീ ലോകത്തിന്റെ നിയമത്തെ അനുസരിക്കണമെന്ന് നമ്മോട് പറഞ്ഞ കർത്താവ് ഒരിക്കലും ഈ ലോകത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു കാര്യം ചെയ്യത്തില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ ഏതോ ഒരു വ്യക്തിയുടെ 2 ദിവസത്തെ കൂലിയായി ലഭിച്ച ഈ ചതുർദ്രഹ്മ പണം ഒരുപക്ഷെ ഒരു മുക്കുവന്റെ ആയിരിക്കാം, കടലിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ആയിരിക്കാം, ഒരുപക്ഷെ മീൻ പിടിക്കാൻ പോയവർക്ക് മീൻ മേടിച്ചിട്ട് അത് കൊടുത്ത അതിന്റെ തുകയായിരിക്കാം, ഒരുപക്ഷെ ആ വള്ളത്തിന്റെ പടിയിൽ നിന്ന് വള്ളം വെള്ളത്തിൽ ഉലഞ്ഞപ്പോൾ അവിടെ നിന്ന് തെന്നിപ്പോയി താഴേക്ക് വീണതായിരിക്കാം. എവിടെയോ ആരുടെയോ ഒരു ചതുർധർമ്മ പണം പണ്ട് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവവൈതലേ, അതും അവിചാരിതമായിട്ടല്ല, അതിന്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും ചിലതൊക്കെ നഷ്ടമായി പോയതിന്റെ പിന്നിലും എൻ്റെ ദൈവത്തിന് ചില മർമ്മപ്രധാനമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കും നേരിട്ട ചില അനുഭവങ്ങൾക്ക് മുൻപിൽ എൻ്റെ ദൈവത്തിന് മർമ്മപ്രധാനമായ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം അതോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ എത്ര പേർക്ക് കഴിയും? ഈ മനുഷ്യൻ ഒരു പക്ഷേ നിരാശനായി കാണും, ഈ മനുഷ്യൻ ഒരു പക്ഷേ വളരെ പ്രയാസപ്പെട്ട് കാണും. നമ്മുടെ ജീവിതത്തിലും അവിചാരിതമായി പല സംഭവങ്ങൾ നടക്കുമ്പോൾ, ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഉദ്ദേശത്തെ ഇന്ന് രാത്രികാലം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. ഈ നഷ്ടപ്പെട്ടു പോയ ഈ ചതുർദ്രഹ്മ പണത്തിന്റെ ഉടമസ്ഥൻ ഒരുപക്ഷെ ഈ സംഭവം കേൾക്കുമ്പോൾ, ഈ സംഭവം അറിയുമ്പോൾ, പിന്നീട് എപ്പോഴെങ്കിലും അറിയുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. യേശു ആ പൈസയെ ഉപയോഗിച്ചു, ആ ചതുർദ്രഹ്മ പണം യേശുവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഇടയായെന്ന് അറിയുമ്പോൾ ആ മനുഷ്യന്റെ നിരാശ മാറും, ആ മനുഷ്യന്റെ ദുഃഖം മാറും, ആ മനുഷ്യന്റെ വേവലാതികൾ മാറും. അവൻ കരമുയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീരും. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും യാദൃച്ഛികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശത്താലാണ് സംഭവിക്കുന്നത്. അതൊക്കെയും നമുക്ക് നന്മയ്ക്കായിട്ട് സംഭവിക്കുന്നു. അതുകൊണ്ട് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ഓ, നമ്മുടെ നന്മയ്ക്കായിട്ടും മാത്രമേ എൻ്റെ യേശു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. ഈ ചതുർദ്രഹ്മ പണം അത് താഴേക്ക് വീഴുമ്പോൾ, വെള്ളത്തിലേക്ക് വീഴുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൈസ അങ്ങനെ താഴെ സൗമ്യമായിട്ട് പോകുകയില്ല. അത് ഇങ്ങനെ ഒന്ന് തിളങ്ങി, അത് ഒന്ന് കുലുങ്ങി ഒക്കെയാണ് അത് താഴേക്ക് പോകുന്നത്. ഇതിങ്ങനെ ഇളകി താഴേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഒരു വലിയ മത്സ്യം ഭക്ഷിക്കാനുള്ള എന്തോ ആണെന്ന് കരുതി അതിനെ ചുണ്ടിലുതുക്കി. ഹല്ലേലൂയ. ഇതൊക്കെ സർവജ്ഞാനിയായ നമ്മുടെ കർത്താവിന്റെ പദ്ധതിയിൽ പെട്ടതാ. കാരണം കഫർന്നഹൂമിൽ വരുമ്പോൾ പത്രോസിനോടും ചോദിക്കും, പള്ളിയിലെ ടാക്സ് അടച്ചോ, ചതുർദ്രഹ്മ പണം കൊടുത്തോ, ദരിദ്രമ പണം കൊടുത്തോ എന്ന് ചോദിക്കും. അവൻ ഊവെന്ന് പറയും. അവന്റെ കയ്യിലാണെ ഒരു പൈസയുമില്ല, യേശുവിന്റെ കയ്യിലും കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഈ സംഭവത്തിന് എങ്ങനെ നിവൃത്തിയാകും? അതിന് മുന്നമേ എൻ്റെ ദൈവം കണ്ടിട്ട് ഒരു മത്സ്യത്തോട് കൽപ്പിക്കുകയാണ്. യോനയെ വിഴുങ്ങുവാൻ കൽപ്പിച്ചവനായ ദൈവം ഈ മത്സ്യത്തോട് കൽപ്പിച്ചിരിക്കുകയാണ്, ഈ നാണയം താഴേക്ക് വരുമ്പോൾ അത് അടിത്തട്ടിൽ പോകാതെ നീ അതിനെ നിന്റെ ചുണ്ടിൽ വഹിക്കണം. ഇന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരോടൊക്കെ കൽപ്പിക്കാൻ പോകുകയാ ദൈവം. ചില പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ചിലരോടൊക്കെ ഇന്നിപ്പോൾ കൽപ്പിക്കാൻ പോകുകയാ. ചില വിഷയങ്ങൾക്ക് വിടുതൽ നടക്കാൻ പോകുകയാ. ചില പ്രതികൂലങ്ങൾ മാറുന്ന ദിവസമാ ഇന്ന് രാത്രികാലം. ദൈവവൈതലേ, നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്, വിടുതൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ മത്സ്യത്തോട് കൽപ്പിച്ചു അതിനെ ചുണ്ടിലാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അതിന്റെ വായ തുറക്കുമ്പോ ഒരു ചതുർദ്രഹ്മ പണം കാണും എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വായിൽ വെക്കാനാ പറഞ്ഞത്, അത് അകത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല, അത് ഇറക്കാൻ പറഞ്ഞിട്ടില്ല, വായിൽ വെച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. ആഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിഷണറി കുടുംബം
ആ കുടുംബത്തിൽ ആ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ തൻ്റെ മാസം തികയുന്നതിന് മുൻപ്, ഡ്യൂ ഡേറ്റിന് മുൻപ് തന്നെ ആ സ്ത്രീ പ്രസവിച്ചു. ആ ഗ്രാമത്തിലെ അന്തരീക്ഷത്തിൽ അവിടെ നല്ല ആശുപത്രികളില്ല. ഈ കുഞ്ഞിനെ വെക്കുവാൻ ഒരു ഇൻക്യൂബേറ്റർ വേണം, ചൂട് കൊടുക്കുവാൻ. പക്ഷെ അതിന് തക്ക സാഹചര്യം അവിടെ ഇല്ല. ഗ്രാമത്തിലുള്ള സ്ത്രീകൾ കുപ്പിയിൽ വെള്ളം ചൂടാക്കി തുണിയൊക്കെ വെച്ചിട്ട് അതിന്റെ അടിയിലും ഇടയിലും ഒക്കെ വെച്ചു. എന്നാൽ അവിടെ ഒരു പ്രാർത്ഥന ജീവിതമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ദാസൻ, നിന്റെ ദാസി നിന്റെ നാമത്തിന് വേണ്ടി ഈ ഗ്രാമത്തിൽ വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നാളെ ദൈവമേ ഒരു ഇൻക്യൂബേറ്റർ ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ കൂടെ ആ പെൺകുട്ടി ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചു, ഒരു പാവ കൂടി, ഒരു ഡോള് കൂടി ആ ഇൻക്യൂബേറ്റർ വരുമ്പോൾ അതിന്റെ കൂടെ കൊണ്ടുവരണമേ. കാരണം ഇപ്പോൾ ജനിച്ച കുഞ്ഞിന് ഒരു 3 വയസ്സുള്ള ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിക്ക് ആ കുഞ്ഞിനൊരു പാവ വേണം. ആ പാവക്കുട്ടിയെ കൂടി ഇതിനകത്ത് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചു. ശക്തമായ നിലയിലുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ആ പെൺകുട്ടി എല്ലാവരോടും ചെന്ന് പറഞ്ഞു, നാളെ ഇൻക്യൂബേറ്റർ ഇവിടെ എത്തും, നാളെ അതിൻ്റെ കൂടെ ഒരു പാവക്കുട്ടിയും ഉണ്ടായിരിക്കും. എന്നിട്ട് എല്ലാവരും അവളോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഒരു സാധനം അതേ സിറ്റിയിൽ നിന്ന്, വിദേശത്തു നിന്ന് ഇവിടെ വരണമെങ്കിൽ മാസങ്ങളെടുക്കും. ഇതെങ്ങനെ സംഭവിക്കും? അവൾ പറഞ്ഞു, ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിക്കും. ദൈവമക്കളെ, അതിശയം എന്ന് വേണം പറയട്ടെ, ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്. അടുത്ത ദിവസം, പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു ട്രക്ക് വന്നു നിന്നു. അതിനകത്തുനിന്ന് ഒരു വലിയ പാർസൽ അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ആ പാർസലിനകത്ത് അനേക തുണികൾ ഉണ്ടായിരുന്നു, അനേക കമ്പിളികൾ ഉണ്ടായിരുന്നു, അനേക വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞ് താന് അവിടെ നോക്കിയപ്പോൾ ഒരു ഇൻക്യൂബേറ്റർ അതിനകത്തിരിക്കുന്നു. ഇൻക്യൂബേറ്റർ എടുത്തു വെച്ചു. അതിന്റെ കൂടെ ഒരു കത്തുണ്ടായിരുന്നു. ഈ കത്തെഴുതിയ ആ പ്രിയപ്പെട്ടവർ ഇങ്ങനെ എഴുതി, ഇന്നേക്ക് 5 മാസം മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുണികളും കമ്പിളികളും പാക്ക് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഒരു ഇൻക്യൂബേറ്ററും കൂടി ഇതിനകത്ത് വെക്കണമെന്ന്. നോക്കിയാട്ടെ, ഈ സംഭവം നടക്കുന്നതിന് 5 മാസം മുൻപ് ഒരു സ്ത്രീയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന പാർസലിൽ ഈ ഒരു കാര്യം കൂടെ വെക്കണമേ എന്ന്. ഈ ഇൻക്യൂബേറ്റർ എടുത്ത് വെളിയിൽ വെച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഈ പെൺകുട്ടി പറഞ്ഞു, ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ ഒരു ഡോളും അതിനകത്ത് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൾ വീണ്ടും അതിനകത്ത് തെരഞ്ഞു. അതിന് തുണികൾ എടുത്ത് മാറ്റിയപ്പോൾ ഇതാ മനോഹരമായ ഒരു ഡോൾ അതിനകത്തിരിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇൻക്യൂബേറ്റർ വെച്ചു, അതിനുശേഷം ദൈവാത്മാവ് പറയുകയാണ്, ഒരു പാവക്കുട്ടിയെ കൂടി അതിനകത്ത് വെക്കണമെന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഞാനിത് വെക്കുകയാണ്. നിങ്ങൾക്കിത് പ്രയോജനം വരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത് കൊണ്ട് ഞാനിത് വെക്കുകയാണ്. ദൈവ പൈതലേ, എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ ഞാനും നിങ്ങളും അറിയുന്നതിന് മുൻപേ എന്റെ സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. അവനതിന് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങളത് കാണാൻ പോകുകയാണ്, നിങ്ങളത് അനുഭവിക്കാൻ പോകുകയാണ്, നിങ്ങളതിനെ അനുഗ്രഹമാക്കി തീർക്കാൻ പോകുകയാണ്. എന്റെ ദൈവത്തിന്റെ കരം അതിന്മേൽ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ആഫ്രിക്കയുടെ വനാന്തരത്തിൽ ഉൾഗ്രാമങ്ങളിൽ നടക്കുവാൻ പോകുന്ന വിഷയത്തെ 5 മാസത്തിന് മുൻപേ മറ്റൊരാളോട് പറഞ്ഞിട്ട് ദൈവം അതിന്റെ ക്രമീകരണങ്ങളെ ചെയ്യിച്ചുവെങ്കിൽ, ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇപ്പോഴേ അതിന്മേൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. അതിന്മേൽ ദൈവശക്തി വ്യാപരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടന്നിരിക്കുകയാണ്. നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ നീ അത് കാണാൻ പോകുകയാ, നീ അനുഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിലയേറിയ ആ ജ്ഞാനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സർവ്വജ്ഞാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ പത്രോസിനോട് പറയുകയാണ്, നീ ആദ്യം കിട്ടുന്ന മീനെ ചൂണ്ടലിട്ട് പിടിക്കണം, അതിന്റെ വായിൽ ഒരു ചതുരമ്മ പണം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണമേ, ചൂണ്ടയിട്ട് കിട്ടുന്ന മീനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ പൈസ എടുത്ത്
ആലയത്തിൽ കൊടുക്കുവാനല്ല പറഞ്ഞത്, ആ മീന്റെ വായിക്കകത്ത് കൊടുക്കേണ്ടത് കരുതി അവന് കൊടുക്കുന്ന ഒരു ദൈവമാണ്. ഓ ഹല്ലേലൂയ! നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. പത്രോസ് പറയുന്നതാണ്, അതെ, ഈ വാക്യം എടുത്തായിരിക്കാം, ഈ സംഭവം എടുത്തായിരിക്കാം പത്രോസ് തന്റെ ലേഖനം എഴുതിയപ്പോൾ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ! അതാ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവമല്ലേ അനുഭവത്തിൽ നിന്ന്. യോഹന്നാൻ പറഞ്ഞു, കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചതുമാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. എത്ര പേർക്ക് അത് വിശ്വസിപ്പാൻ കഴിയും? ഹല്ലേലൂയ! അവൻ നിങ്ങൾക്കായി കരുതുന്നു. പത്രോസിനറിയാവൻ അവന് വേണ്ടി കരുതിയ ഒരു കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അവൻ നിങ്ങൾക്കായും കരുതുന്ന ദൈവമാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം.